ടോപ്പിക്കാണ് വാട്ട് ആർ ലൈഫ് പ്രോസസ്സസ്. ലൈഫ് പ്രോസസ്സസ് എന്തുവാണ് അത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. ഒരു ഓർഗാനിസമിൻ്റെ ബോഡിയിൽ റിപ്പയറിങ്ങും മെയിൻറ്റെയിനും ചെയ്യുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ ഓൾ ടുഗെദർ ആയിട്ട് പറയുന്നതാണ് ലൈഫ് പ്രോസസ്സ് എന്ന്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ദ പ്രോസസ്സസ് വിച്ച് ടുഗെദർ പെർഫോം ദിസ് മെയിൻ്റെനൻസ് ജോബ് ആർ ലൈഫ് പ്രോസസ്സസ്. ഈ മെയിൻ്റെനൻസും റിപ്പയറിൻ്റെയും ഈ ഫുള്ള് ജോബില്ലേ, ഈ പ്രോസസ്സില്ലേ, അത് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഈ ഫുള്ള് പ്രോസസ്സിൻ്റെ പേരാണ് ലൈഫ് പ്രോസസ്സ് എന്ന്. ഓക്കെ, ഇനി നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടായിരിക്കും, ഇത് ഏത് പ്രോസസ്സസും കൊണ്ടാണ് നമ്മുടെ ഈ ബോഡിയിൽ മെയിൻ്റെനൻസും റിപ്പയറും ഒക്കെ നടക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന 4 ലൈഫ് പ്രോസസ്സസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇസ് ന്യൂട്രീഷൻ, സെക്കൻഡ് ഇസ് റെസ്പിറേഷൻ, തേർഡ് ഇസ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫോർത്ത് ഇസ് എക്സ്ക്രീഷൻ. ഓക്കെ, ഈ 4 പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ നല്ലപോലെ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ, അത് നല്ലപോലെ അങ്ങ് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പഠിക്കുന്നതും അങ്ങനെ ആയിരിക്കും. ഈ ഒരു പാർട്ടിൽ ന്യൂട്രീഷൻ ഫുൾ കവറാവും, നെക്സ്റ്റ് പാർട്ടിൽ റെസ്പിറേഷൻ, അതിന് നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ, അത് കഴിഞ്ഞിട്ട് എക്സ്ക്രീഷൻ. അങ്ങനെ 4 പാർട്ടിലായിരിക്കും ഈ ഫുള്ള് സെഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ വീഡിയോ നമുക്കൊരു ബ്രീഫ് സമ്മറി എടുക്കാം ഈ ഫുള്ള് 4 പ്രോസസ്സിനെ കുറിച്ച്. ഫസ്റ്റ് നമ്മുടെ കയ്യിലുള്ളത് ന്യൂട്രീഷൻ ഒരു ഇങ്ങനത്തെ പ്രോസസ്സാണ് ഇൻ വിച്ച് എനർജി സോഴ്സ്, നമ്മുടെ ബോഡീൻ്റെ വെളിയിൽ നിന്ന് എനർജി സോഴ്സ് നമ്മുടെ ബോഡിക്ക് അകത്തോട്ട് നമ്മൾ എടുക്കുക, അതിനാണ് നമ്മൾ പറയുന്നത് ന്യൂട്രീഷൻ. ഓക്കെ, എ പ്രോസസ് ടു ട്രാൻസ്ഫർ എ സോഴ്സ് ഓഫ് എനർജി ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി. സോഴ്സ് ഓഫ് എനർജി നമ്മൾ ബോഡിൻ്റെ വെളിയിൽ നിന്ന് നമ്മൾ ബോഡിക്ക് അകത്തോട്ട് എടുക്കുക. ഫുഡ് നമ്മൾ കഴിക്കുക, അതെന്തോ ഒരു ഫുഡ് നമ്മുടെ ഒരു സോഴ്സ് ഓഫ് എനർജിയാണ്. അങ്ങനെ ആ സോഴ്സ് ഓഫ് എനർജി നമ്മൾ ബോഡിക്ക് അകത്തോട്ട് എടുക്കുക, ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് ന്യൂട്രീഷൻ എന്ന്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മുടെ പ്രോസസ്സാണ് ലൈഫ് പ്രോസസ്സ് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് ഇപ്പോൾ അകത്തോട്ട് എടുത്തു, നമ്മുടെ ബോഡിക്കകത്ത് ചെന്നു, അത് ഡൈജസ്റ്റായി ബ്രേക്ക് ഡൗൺ ആയി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓക്സിജൻ്റെ ഹെൽപ്പും കൊണ്ട് ആ ഫുഡ് ബ്രേക്ക് ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് എനർജി റിലീസായി, അതിനെ ആ പറയുന്ന റെസ്പിറേഷൻ. ഓക്കെ, മനസ്സിലായോ? റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് ഓക്സിജൻ ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് ടു യൂസ് ഇറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് സോഴ്സ് ഫോർ സെല്ലുലർ നീഡ്സ് ഇസ് വാട്ട് വി കോൾ റെസ്പിറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ അടുത്തുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ, ട്രാൻസ്പോർട്ടേഷൻ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിക്കകത്തുള്ള ഫുഡും ഓക്സിജനും അതിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരു പ്ലേസിൽ നിന്ന് നെക്സ്റ്റ് പ്ലേസിലോട്ട് ട്രാൻസ്പോർട്ട് അതൊക്കെ ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് എക്സ്ക്രീഷൻ എന്ന് വെച്ചാൽ നമുക്ക് പേരും കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തെങ്കിലും നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനാണ് എക്സ്ക്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഈ ബോഡിക്കകത്ത് നടന്ന ആ ഡൈജഷനും അതിലൊക്കെ നടന്ന കെമിക്കൽ റിയാക്ഷനും കൊണ്ട് ബൈ പ്രൊഡക്ട്സ് നമ്മുടെ ബോഡിക്കകത്ത് ഫോം ആകും. ഓക്കെ, ആ ബൈ പ്രൊഡക്ട്സ് ഒത്തിരി ഹാംഫുള്ളും അത് യൂസ്ലെസ്സും ഒരു ആവശ്യമില്ല അതുകൊണ്ട് നമ്മുടെ ബോഡിക്കകത്ത്. അപ്പം അത് നമ്മൾ എക്സ്ക്രീറ്റ് ചെയ്യണം, അത് നമ്മൾ റിമൂവ് ചെയ്യണം ബോഡിയിൽ നിന്ന്. അപ്പോൾ ആ റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്ക്രീഷൻ എന്ന്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഇതൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒന്നൊന്നായിട്ട് ചർച്ച ചെയ്യും. അപ്പം അതിന് മുമ്പ് ഒരു ടോപ്പിക് നമുക്കിവിടെ ക്ലിയർ ആക്കാം. ഓക്കെ, ഈ ടോപ്പിക്കാണ് സിംഗിൾ സെൽഡ് ഓർഗാനിസമിനെ കുറിച്ച്. ഓക്കെ, സിംഗിൾ സെൽഡ് ഓർഗാനിസം എന്താണെന്ന് അറിയാം, അതിൻ്റെ ഫുള്ള് ബോഡിയിൽ ഒരു സിംഗിൾ സെല്ലേ ഉള്ളൂ, ഒരു ഓർഗനും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവരെങ്ങനെയായി ട്രാൻസ്പോർട്ടേഷനും എക്സ്ക്രീഷനും ന്യൂട്രീഷനും ഇതൊക്കെ എങ്ങനെയാണ് അവർ മാനേജ് ചെയ്യുന്നത്? അപ്പം ലെറ്റ് us ടേക്ക് എൻ എക്സാമ്പിൾ ഓഫ് അമീബ. ഓക്കെ, ഇതൊരു അമീബ സെല്ലാന്ന് ഓർത്തോ. അമീബ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ഓക്കെ, അപ്പോൾ ഇവരെന്തോ ചെയ്യുന്നതെന്ന് അറിയാം, ഇവരുടെ ബോഡിയിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്, അതിൻ്റെ പേരാണ് ഡിഫ്യൂഷൻ നടക്കാറുണ്ട്. ഓക്കെ, ഇപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഡിഫ്യൂഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, ഡിഫ്യൂഷൻ നടക്കും. ഡിഫ്യൂഷൻ എന്തുവാണെന്നറിയാം, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാമേ. ഇവിടെ ഒരു കപ്പിൽ നമ്മൾ ഇച്ചിരി പഞ്ചസാര ഇട്ടു, ഇച്ചിരി നേരം ഇവിടെ വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പഞ്ചസാര ഇച്ചിരി നേരം കഴിയുമ്പോൾ നമ്മൾ വരുമ്പോൾ നോക്കുമ്പം ഈ ഫുള്ള് വെള്ളമില്ല, ഇത് ഫുള്ള് ഒരു മധുരം കാണും ഈ വെള്ളത്തിന്. അപ്പം ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആയിരുന്നു പഞ്ചസാരേൻ്റെ, ഇവിടെയൊക്കെ ലോ കോൺസെൻട്രേഷൻ ആയിരുന്നു. ഇപ്പോൾ ഈ പഞ്ചസാര ഈ ഹൈ കോൺസെൻട്രേഷൻ്റെ സ്ഥലത്തുനിന്ന് ഇവിടെ ഫുള്ള് ട്രാൻസ്പോർട്ടായി. ഓക്കെ, ഈ പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. ഓക്കെ, ഹൈ കോൺസെൻട്രേഷൻ ലെവലിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് ട്രാൻസ്പോർട്ട് ആകുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഡിഫ്യൂഷൻ. ഓക്കെ, നൗ അമീബ ഒരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. അതിലെങ്ങനെയായി ഡിഫ്യൂഷൻ നടക്കുന്നത്? ഇപ്പോൾ ഓർത്തോ, അമീബ എപ്പോഴും എൻവയറമെൻറ്റിൻ്റെ കോൺടാക്റ്റിലാണ്. ഓക്കെ, അപ്പോൾ അമീബയ്ക്കകത്ത് O2ൻ്റെ ഡെഫിഷ്യൻസി ആണെന്ന് ഓർത്തോ, O2 ഇല്ല. അപ്പം ഇവിടെ O2 സഫീഷ്യൻറ്റ് ലെവലിലുണ്ടെന്ന് ഓർത്തോ. അപ്പോൾ ഇത് ഡിഫ്യൂഷൻ്റെ ഹെൽപ്പും കൊണ്ട് ഇവിടുത്തെ O2 ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവും, ഇവിടുത്തെ O2 അങ്ങോട്ടും പോകും. അപ്പോൾ എങ്ങനെ നടക്കുന്നത്? ഇതൊരു ഡിഫ്യൂഷൻ പ്രോസസ്സാണ്. ഇവിടെ ലോ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ, ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ. അപ്പം ഈ ഹൈ കോൺസെൻട്രേഷനിൽ നിന്ന് ലോ കോൺസെൻട്രേഷനിലോട്ട് ഓക്സിജൻ ട്രാൻസ്ഫർ ആവും. അങ്ങനെ തന്നെ CO2 ഇതിൻ്റെ എല്ലാം ഈ ഫുള്ള് മാനേജ് ചെയ്യുന്നത് ഡിഫ്യൂഷൻ ഒരു പ്രോസസ്സും കൊണ്ട് മാത്രമാണ്. ഓക്കെ, സോ കീപ് ദിസ് ഇൻ യുവർ മൈൻഡ്.
അപ്പോൾ ഇവിടെ അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇൻ കേസ് ഓഫ് സിംഗിൾ സെൽഡ് ഓർഗാനിസം നോ സ്പെസിഫിക് ഓർഗൻസ് ഫോർ ടേക്കിംഗ് ഇൻ ഫുഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഓർ റിമൂവൽ ഓഫ് വേസ്റ്റ് മേ ബി നീഡഡ് ബിക്കോസ് ദ എൻറ്റയർ സർഫേസ് ഓഫ് ദി ഓർഗാനിസം ഈസ് ഇൻ കോൺടാക്ട് വിത്ത് ദി എൻവയൺമെൻറ്റ്. ഓക്കെ, ഇത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമ്മൾ മൾട്ടി സെല്ലുലർ ഓർഗാനിസമിൽ വരത്തില്ലേ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹ്യൂമൻസ്, ഓക്കെ, ഹ്യൂമൻസിൻ്റെ എന്ത് പറ്റുമെന്ന് അറിയാം, ഹ്യൂമൻസിൻ്റെ ഫുള്ള് ബോഡി ഈ സ്കിന്നില്ലേ, സ്കിന്നിലൊക്കെ ഡിഫ്യൂഷൻ ഈസ് പോസിബിൾ ക്യൂക്കി ബിക്കോസ് സ്കിന്നൊക്കെ ഇല്ല എപ്പോഴും എൻവയൺമെൻറ്റിൻ്റെ കോൺടാക്റ്റില്ല. പക്ഷേ നമ്മുടെ ഈ അകമില്ല, നമ്മുടെ ബോഡിക്ക് അകം എപ്പോഴും എൻവയൺമെൻറ്റിൻ്റെ കോൺടാക്റ്റിലല്ല, അപ്പം അതിന് ഡിഫ്യൂഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ബോഡിക്കകത്ത് സെവറൽ ഓർഗൻസ് ഉണ്ട് വിച്ച് ഹെൽപ്പ് ഇൻ ദ പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ, റെസ്പിറേഷൻ, അതിലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ മൾട്ടി സെല്ലുലറിൽ അത് പോസിബിൾ അല്ല ബിക്കോസ് മൾട്ടി സെല്ലുലർ ഓർഗാനിസമിൻ്റെ ഓർഗൻസ് ഒക്കെ എപ്പോഴും എൻവയൺമെൻറ്റിൻ്റെ കോൺടാക്റ്റിലല്ല. ഓക്കെ, സോ അത് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇൻ എക്സാംസ്. ഈ മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് എന്താ ഡിഫ്യൂഷൻ പ്രോസസ്സ് കാണിക്കാത്ത, എന്താ ഡിഫ്യൂഷൻ പ്രോസസ്സ് ചെയ്യാത്ത. ഓക്കെ, സോ ഇൻ മൾട്ടി സെല്ലുലർ ഇത് എഴുതണം ഇവിടം തൊട്ട് ഇവിടം വരെ. ഇൻ മൾട്ടി സെല്ലുലർ ഓർഗാനിസം ഓൾ ദി സെൽസ് മേ നോട്ട് ബി ഇൻ ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ദി സറൗണ്ടിങ് എൻവയൺമെൻറ്റ്, ദാറ്റ് സിമ്പിൾ ഡിഫ്യൂഷൻ വിൽ നോട്ട് മീറ്റ് ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ഓൾ ദി സെൽസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. താങ്ക് യു. ഇനി നമ്മൾ നെക്സ്റ്റിൽ വരും. ഇനിയും നമുക്ക് ഇച്ചിരി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഡിഫ്യൂഷൻ ഇൻസഫിഷ്യൻറ്റ് ടു മീറ്റ് ദ ഓക്സിജൻ റിക്വയർമെൻറ്റ്സ് ഓഫ് മൾട്ടി സെല്ലുലർ ഓർഗാനിസംസ് ലൈക്ക് ഹ്യൂമൻസ്? ഡിഫ്യൂഷൻ ചെയ്ത് എന്താ നമുക്ക് ഓക്സിജൻ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്തത് ഇൻ ഹ്യൂമൻസ് എന്തുവാ, മൾട്ടി സെല്ലുലർ ഓർഗാനിസമാ. മൾട്ടി സെല്ലുലർ ഓർഗാനിസമിൽ ഡിഫ്യൂഷൻ പറ്റത്തില്ല. അത് നമ്മളിവിടെ ഈ ആൻസർ ഇല്ല ഇവിടം തൊട്ട് ഇവിടം വരെ ഞാൻ പറഞ്ഞത് ഇത് ഫുള്ള് നിങ്ങൾക്ക് എഴുതണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, what criteria to be used to decide whether something is alive? ഒരു ഓർഗാനിസം അത് അലൈവ് ആണോ, ജീവനുണ്ടോ ഇല്ലയോ, അതെങ്ങനെ നമ്മൾ എന്ത് ക്രൈറ്റീരിയ വെച്ചാൽ നമ്മൾ നോക്കുന്നത്? രണ്ട് ക്രൈറ്റീരിയ ഉണ്ട്, ഒത്തിരി ക്രൈറ്റീരിയ ഉണ്ട്, പക്ഷേ നമ്മൾ രണ്ടിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഈസ് നമ്മളതിൽ മൂവ്മെൻറ്റ് നോക്കും, അത് അനങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളത് നോക്കും. ഫസ്റ്റ് അതായി. സെക്കൻഡാണ് അത് നമ്മൾ ലൈഫ് പ്രോസസ്സ് എന്ന് വെച്ചാൽ മോളിക്യുലർ മൂവ്മെൻറ്റ്, അതിൻ്റെ മോളിക്യൂൾസ്, അത് ആ ലിവിങ് ഓർഗാനിസമിൻ്റെ അകത്തെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നോക്കും. മോളിക്യുലർ മൂവ്മെൻറ്റ് എന്ന് വെച്ചാൽ ലൈഫ് പ്രോസസ്സ്, അതിലെന്തെങ്കിലും ലൈഫ് പ്രോസസ്സ് നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതാണ് നമ്മുടെ രണ്ട് ക്രൈറ്റീരിയ വിച്ച് ഡിസൈഡ്സ് വെദർ സംതിങ് ഈസ് അലൈവ് ഓർ നോട്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ഔട്ട്സൈഡ് റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ ബൈ എൻ ഓർഗാനിസം? ഒരു ഓർഗാനിസം ഔട്ട്സൈഡ് റോ മെറ്റീരിയൽസ് ഇല്ലേ, വിച്ച് മീൻസ് ഫുഡൊക്കെ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഒരു ഓർഗാനിസമാണ്, നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിക്കകത്ത് റിപ്പയറും മെയിൻ്റെനൻസും ഗ്രോത്തും അതൊക്കെ നടന്നുകൊണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ റോ മെറ്റീരിയൽസ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് പ്രോസസ്സസ് വുഡ് യു കൺസിഡർ എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ കയ്യിൽ നാല് പ്രോസസ്സസ് ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അത്? നിങ്ങൾ 4 വേർഡായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി ഓർമ്മ വെക്കാം. ഫസ്റ്റ് ഇസ് NRTE. ഓക്കെ, N ഫോർ ന്യൂട്രീഷൻ, R ഫോർ റെസ്പിറേഷൻ, T ഫോർ ട്രാൻസ്പോർട്ടേഷൻ, E ഫോർ എക്സ്ക്രീഷൻ. ഇതായിട്ട് നിങ്ങൾക്ക് ഓർമ്മ വെക്കാം. ഓക്കെ, ഈ 4 പ്രോസസ്സും കൊണ്ടാണ് ഫുള്ള് ലൈഫ് നമ്മുടെ മെയിൻറ്റെയിൻ ആണ്. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റിൽ വരാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ ആയിരുന്നു. ഇനി നമ്മൾ ടോപ്പിക്കിലോട്ട് പോവുകയാണ്, അതാണ് ന്യൂട്രീഷൻ. ഓക്കെ, ഇതൊരു ഇച്ചിരി ഒരു നീളമുള്ള വീഡിയോ ആയിരിക്കും, ബട്ട് ഇത് നല്ലപോലെ നമുക്ക് മനസ്സിലാകണം. അപ്പോഴേ നമുക്ക് ഇത് ഒത്തിരി ക്വസ്റ്റ്യനൊക്കെ വരാറുണ്ട്, അപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇടയ്ക്കൊക്കെ ബോറായാൽ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് പിന്നെയും പോസ് ചെയ്താൽ മതി, പിന്നെ തിരിച്ചു വരണം. ഓക്കെ, സോ കീപ്പ് ഓൺ സ്റ്റഡിങ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ഈ ഫുഡ് നമ്മൾ കഴിക്കത്തില്ലേ, ആ ഫുഡിൽ നിന്ന് നമുക്ക് 2 സാധനങ്ങൾ കിട്ടാറുണ്ട്. ഫസ്റ്റ് ഈസ് എനർജി, ഓഫ് കോഴ്സ് നമുക്ക് എനർജി കിട്ടാറുണ്ട്. പിന്നാണ് മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ബോഡി ഗ്രോയും ചെയ്യാറുണ്ട്. അപ്പം ആ ഗ്രോത്തിന് മെറ്റീരിയൽസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫുഡിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 2 സാധനം കിട്ടും, എനർജി ആൻഡ് മെറ്റീരിയൽ ഫ്രം വെയർ? ഫുഡ് ദാറ്റ് വി ഈറ്റ്. ഓക്കെ, നൗ ബേസ്ഡ് ഓൺ ദിസ് ന്യൂട്രീഷൻ, ഈ ന്യൂട്രീഷൻ്റെ ബേസിൽ നമുക്ക് ഓർഗാനിസമിനെ 2 ഭാഗത്തിൽ ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഈസ് ഓട്ടോട്രോഫ് ആ ഓർഗാനിസംസ് ആ ഹൂ മേക്ക് ദർ ഓൺ ഫുഡ്. ഓക്കെ, അവരോട് ഫുഡ് അവരോരായിട്ട് ഉണ്ടാക്കുന്ന ഓർഗാനിസമിനെയാണ് നമ്മൾ ഓട്ടോട്രോഫ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഹെറ്ററോട്രോഫ് എന്തുവാ? ഹെറ്ററോട്രോഫ്സ് ആർ ദോസ് ഓർഗാനിസം, ആ ഓർഗാനിസംസ് വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ വേറൊരു ഓർഗാനിസമിൻ്റെ പുറത്ത് അവർ ഡിപ്പെൻഡ് ആകും ഫുഡിന് വേണ്ടി. ആ ഓർഗാനിസമിനെ നമ്മൾ ഹെറ്ററോട്രോഫ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ് 10th ഈ ഒരു സിമ്പിൾ ഡെഫിനേഷനും കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മളൊരു വൈഡ് നല്ലപോലെ ഇച്ചിരി കൂടെ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പം ലെറ്റ്സ് സീ വാട്ട് ആർ ദോസ് തിങ്സ്. ഓക്കെ, അപ്പം ഈ ഓട്ടോട്രോപ്സ് സിമ്പിൾ ഫുഡ് മെറ്റീരിയൽ യൂസ് ചെയ്യും. സിമ്പിൾ ഫുഡ് മെറ്റീരിയൽ എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നത്? ഫ്രം ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ്. അപ്പോൾ ഈ ഇൻഓർഗാനിക് എന്തുവാ? ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് ഫസ്റ്റ് ഉണ്ട് ഒരു ഓർഗാനിക് സബ്സ്റ്റൻസ്, സെക്കൻഡ് ഈസ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസ്. ഓക്കെ, ഇൻഓർഗാനിക് സബ്സ്റ്റൻസും ഓർഗാനിക് സബ്സ്റ്റൻസും ഇത് വിട്ടേക്കെ.
ഓക്കെ, ഇൻഓർഗാനിക് സബ്സ്റ്റൻസും ഓർഗാനിക് സബ്സ്റ്റൻസും. അപ്പം ഈ ഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ അതിൽ കാർബണും ഹൈഡ്രോജനും രണ്ടും കൂട്ടത്തിൽ പ്രസൻ്റ് ആയിരിക്കും. ഇൻഓർഗാനിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ കാർബൺ വേറെ ഹൈഡ്രോജൻ വേറെ. അപ്പം നമ്മുടെ ഈ ഓട്ടോട്രോഫ്സ് ഇല്ലേ, അവർ ഈ ഇൻഓർഗാനിക് സോഴ്സസിൽ നിന്നാണ് അവരുടെ സിമ്പിൾ ഫുഡ് മെറ്റീരിയൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഓട്ടോട്രോഫ്സ് അങ്ങനത്തെ ഓർഗാനിസംസ്. ഓക്കെ, നൗ ഓട്ടോട്രോഫ്സിൻ്റെ എക്സാമ്പിൾ ആണ് ഇൻക്ലൂഡ് ഗ്രീൻ പ്ലാന്റ്സ് ആൻഡ് സം ബാക്ടീരിയ. ഗ്രീൻ പ്ലാന്റ്സും ബാക്ടീരിയ കുച്ച് മതലബ് സം ബാക്ടീരിയയും some എല്ലാ ഗ്രീൻ പ്ലാന്റ്സും സം ബാക്ടീരിയയും ആർ എക്സാമ്പിൾസ് ഓഫ് വാട്ട്? എക്സാമ്പിൾസ് ഓഫ് ഓട്ടോട്രോഫ്സ്. ഓക്കെ, ആൻഡ് നൗ ഓൺ ദി അതർ സൈഡ്, വേറൊരു സൈഡിൽ നമ്മുടെ ഹെറ്ററോട്രോഫ്സ് ഉണ്ട്. ഹെറ്ററോട്രോഫ്സ് എന്താ ചെയ്യുന്നതെന്ന് അറിയാം, അവർ കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഇവരെന്തോ സിമ്പിൾ സബ്സ്റ്റൻസ് ഫുഡ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. ഹെറ്ററോട്രോഫ്സ് കോംപ്ലെക്സ് ഫുഡ് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഹെറ്ററോട്രോഫ്സ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ആണ് യൂസ് ചെയ്യുന്നത് ആൻഡ് ഓട്ടോട്രോഫ്സ് യൂസ് സിമ്പിൾ ഫുഡ് മെറ്റീരിയൽ. ഓക്കെ, അപ്പം ഈ കോംപ്ലെക്സ് സബ്സ്റ്റൻസ് ഇല്ലേ, അത് ഹെറ്ററോട്രോഫ്സിൻ്റെ ബോഡിക്കകത്ത് കയറുമ്പം അത് കോംപ്ലെക്സ് ആയിട്ട് കയറുന്നത്. അപ്പോൾ അതിനെ സിംപ്ലർ ഫോമിൽ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ഓക്കെ, ബ്രേക്ക് ഡൗൺ ചെയ്താലേ അത് പിന്നെ അപ്കീപ്പും ഗ്രോത്തും മെയിൻ്റെനൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യത്തുള്ളൂ ബോഡിയിൽ. അപ്പം ആ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ എല്ലാ ഹെറ്ററോട്രോഫ്സ്, നമ്മൾ ഒരു ഹെറ്ററോട്രോഫാണ്, നമ്മുടെ ബോഡിക്കകത്തും സെവറൽ എൻസൈംസ് ഉണ്ട്. ഓക്കെ, ഈ എൻസൈംസ് എന്തുവാ? എൻസൈംസ് എല്ലാ ഹെറ്ററോട്രോഫ്സിൻ്റെയും ബോഡിക്കകത്തുണ്ട്. ഓക്കെ, ഈ എൻസൈംസ് എന്തോ ചെയ്യുന്നതെന്നറിയാം, ബോഡിക്കകത്തെ ഈ പ്രോസസ്സസ് ഇല്ലേ, ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ്, അതൊക്കെ സ്പീഡപ്പ് ആക്കും. ഓക്കെ, പെട്ടെന്ന് അതൊക്കെ നടത്തും. പിന്നെ നമ്മുടെ ബോഡിക്കകത്തെ കോംപ്ലെക്സ് സബ്സ്റ്റൻസസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും. പക്ഷെങ്കിൽ ഈ എൻസൈം ഈ ഫുള്ള് പ്രോസസ്സിൽ തന്നെത്താൻ ചേഞ്ച് ആകാറില്ല. ഓക്കെ, ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ദ പ്രോസസ്സ്. ഓക്കെ, ഈ എൻസൈംസ് ഇല്ലേ, ഇത് ആ ഫുള്ള് പ്രോസസ്സ് ബ്രേക്ക് ഡൗൺ ഒക്കെ നടക്കുമ്പം ആ എൻസൈം ചേഞ്ച് ആകാറില്ല. പക്ഷെങ്കിൽ ആ പ്രോസസ്സ് സ്പീഡപ്പ് ആകും. ഓക്കെ, ആൻഡ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ഒക്കെ ബ്രേക്ക് ഡൗൺ ആവും. ഒക്കെ പണി ചെയ്യുന്നതാണ് ഈ എൻസൈം. ഓക്കെ, ബയോ കാറ്റലിസ്റ്റ് ആക്കിയാണ് അതിനെ പറയുന്നത്. അതൊരു ബയോ കാറ്റലിസ്റ്റ് ആണ്. ഓക്കെ, കാറ്റലിസ്റ്റ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് വിച്ച് സ്പീഡ്സ് അപ്പ്. ഓക്കെ, സ്പീഡപ്പ് ചെയ്യുന്നത്, നമ്മുടെ എന്തെങ്കിലും ഒരു പ്രോസസ്സിനെ സ്പീഡപ്പ് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് നമ്മൾ ബയോ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഇറ്റ് മീൻസ്. ആൻഡ് ഹെറ്ററോട്രോഫ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് ആനിമൽസ് ആൻഡ് ഫംഗൈ. ഓക്കെ, അപ്പം ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞ ഹെറ്ററോട്രോഫ്സ് എന്ന് വെച്ചാൽ ദോസ് ഓർഗാനിസം വിച്ച് യൂസ് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ്. അവർ കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ആണ് കഴിക്കുന്നത്. അത് അവരുടെ ബോഡിക്കകത്ത് ചെന്നിട്ട് കോംപ്ലെക്സ് സബ്സ്റ്റൻസസ് ബ്രേക്ക് ഡൗൺ ആവും. ബ്രേക്ക് ഡൗൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് എൻസൈംസ്. എല്ലാ ഹെറ്ററോട്രോഫ്സിൻ്റെയും ബോഡിക്കകത്ത് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് സിമ്പിളാക്കും കോംപ്ലെക്സ് സബ്സ്റ്റൻസിനെ, സ്പീഡപ്പ് ആക്കും പ്രോസസ്സസിനെ. പക്ഷെങ്കിൽ ഡ്യൂറിങ് ദ പ്രോസസ്സ് അവർ ചേഞ്ച് ആക്കാറില്ല. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് ആർ ആനിമൽസ് ആൻഡ് ഫംഗൈ. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ, വാട്ട് ആർ ഓട്ടോട്രോഫ്സ്, വാട്ട് ആർ ഹെറ്ററോട്രോഫ്സ്, ഇതൊക്കെ എഴുതണം. ആൻഡ് എക്സാമിൽ ചോദിക്കുക ഇതിനെക്കുറിച്ച് ഇച്ചിരി എഴുതുക. അപ്പം ഞാനിവിടെ ഒരു പേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ഇത് തന്നെയാണ് എക്സാമിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിലിൽ ഓട്ടോട്രോഫിക് ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. ഓക്കെ, ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ കഴിഞ്ഞിട്ടായിരിക്കും ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ സ്റ്റാർട്ട് ആകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, സോ നൗ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, വിച്ച് മീൻസ് നമ്മുടെ ഒരു ഓർഗാനിസം അവരവരുടെ ആഹാരം താനെ ഉണ്ടാക്കുക. അതിനാണ് നമ്മൾ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൺലി പോസിബിൾ ത്രൂ ഫോട്ടോസിന്തസിസ് ചെയ്താൽ മാത്രമേ ഇത് പോസിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഫോട്ടോസിന്തസിസ് എന്തുവാ, നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചിട്ട് വരിക. ഫോട്ടോസിന്തസിസ് ഒരു പ്രോസസ്സാണ് ബൈ വിച്ച് ഒരു ഓർഗാനിസം, മെയിൻലി പ്ലാന്റ്സ് എന്തോ ചെയ്യുന്നത്, അവരുടെ അടുത്തൊക്കെയുള്ള ഒരു ഹൈഡ്രോജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ എടുത്തിട്ട് അവർ തന്നെത്താൻ ഫുഡ് ആയിട്ടത് സ്റ്റോർ ചെയ്യും. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വെയിറ്റ്. ഓക്കെ, സോ നൗ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ എന്ന് വെച്ചാൽ ഒരു ഓർഗാനിസം അവരോട് ഫുഡ് തന്നെത്താൻ ഉണ്ടാക്കുക. ഓക്കെ, ആരിലും ഡിപ്പെൻഡ് ആക്കാതെ തന്നെത്താൻ ഉണ്ടാക്കുക ഓട്ടോമാറ്റിക്കലി. ഓക്കെ, സോ ഇൻ ദിസ് നമുക്ക് അറിയാം ഈ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ഇസ് ഓൺലി പോസിബിൾ ത്രൂ ഫോട്ടോസിന്തസിസ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓട്ടോട്രോഫ്സ് എന്ത് ചെയ്യും, ടേക്ക് ഇൻ സബ്സ്റ്റൻസസ് ഫ്രം ദ ഔട്ട്സൈഡിൽ നിന്ന് സബ്സ്റ്റൻസസ് എടുക്കും ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു സ്റ്റോർഡ് ഫോംസ് ഓഫ് എനർജി. ഓക്കെ, അത് കഴിഞ്ഞ് ആ സബ്സ്റ്റൻസസ് എടുത്തു കഴിഞ്ഞിട്ട് അവരുടെ ബോഡിയിൽ അത് സ്റ്റോർഡ് forms of energy lot അത് convert ആക്കും. Okay, outside and convert them into stored forms of energy. This material is taken in the form of carbon dioxide and water, which is converted into carbohydrates in the presence of sunlight and chlorophyllum sunlightൻ്റെയും പ്രസൻസിൽ ഈ എടുത്ത കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും അവർ കൺവേർട്ട് ചെയ്യും into കാർബോഹൈഡ്രേറ്റ്സിലോട്ട് അവരത് കൺവേർട്ട് ചെയ്യും. അതിനൊരു ഈക്വേഷൻ ഉണ്ട്, അതാണ് ഈ ഈക്വേഷൻ. ഓക്കെ, ഈ ഈക്വേഷൻ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഈക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നല്ലപോലെ എഴുതി പഠിക്കുക, ഇത് ഓർമ്മ വെക്കുക. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദിസ്. സോ ദാറ്റ് ഈസ് വാട്ട് ഫോട്ടോസിന്തസിസ് മീൻസ്.
അപ്പം എക്സാമിൽ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഫോട്ടോസിന്തസിസ് എന്തുവാണെന്ന് ചോദിക്കും. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് മാർക്ക് ഇറ്റ്. ആൻഡ് ദെൻ ഈ ഫുൾ ഈക്വേഷനില്ലേ, ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു. എക്സാമിൽ ഫോട്ടോസിന്തസിസ് എന്തുവാണെന്ന് ചോദിച്ചാൽ അതിൽ 1 മാർക്ക് ഇത് ഫുള്ള് കണ്ടെയ്ൻ ചെയ്യും. ഈ ഈക്വേഷൻ ഇല്ലെങ്കിൽ 1 മാർക്ക് ഡിഡക്റ്റ് ആവും. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് ലേൺ ഇറ്റ് thoroughly. ഓക്കെ, ഇതൊത്തിരി ഈസിയാണ്. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കും, ഹൈഡ്രോജൻ എടുക്കും, വാട്ടർ, അത് ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആൻഡ് സൺലൈറ്റ് കൺവേർട്ട്സ് ഇൻ ടു ഗ്ലൂക്കോസിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ പ്ലീസ് റിമെമ്പർ ദിസ്. ഇത് നല്ലപോലെ പഠിച്ചിട്ട് പോകണം. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി എക്സാം പോയിന്റ് ഓഫ് വ്യൂ. നൗ കമ്മിങ് ബാക്ക് ടു അവർ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. ഇപ്പം കാർബോഹൈഡ്രേറ്റ്സ് അവരുണ്ടാക്കി, കാർബോഹൈഡ്രേറ്റ്സ് അവർ യൂട്ടിലൈസ് ചെയ്യും ഫോർ പ്രൊവൈഡിങ് എനർജി ടു ദ പ്ലാന്റ്. പ്ലാന്റിൽ എനർജി എന്തിൽ നിന്നാണ് വരുന്നത്? കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, നൗ ഈ കാർബോഹൈഡ്രേറ്റ്സിൽ ദ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ആർ നോട്ട് യൂസ്ഡ് ഇമീഡിയറ്റ്ലി ആർ സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, വിച്ച് സെർവ്സ് ഇസ് ദി ഇന്റേർണൽ എനർജി റിസർവ്സ്. ഓക്കെ, ഇന്റേർണൽ എനർജി റിസർവ്സ് ആയിട്ട് എന്തുവാണ് വർക്ക് ചെയ്യുന്നത്? സ്റ്റാർച്ച്, ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, ഇപ്പോൾ നോക്കുക, ആ കാർബോഹൈഡ്രേറ്റ് അവർ ഒത്തിരി അങ്ങ് പ്രൊഡ്യൂസ് ചെയ്തെന്ന് ഓർത്തോ ബോഡിയിൽ. അപ്പം അവരത് എനർജി റിസർവ് ആയിട്ട് അവരത് ബോഡിയിൽ വെക്കും ഇൻ ദ ഫോം ഓഫ് വാട്ട്? സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ് അത് അവർ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, നമ്മുടെ ഹ്യൂമൻ ബോഡിയിലും ഇങ്ങനത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്, ഇൻ വിച്ച് നമ്മൾ എനർജി ഡിറൈവ് ആകത്തില്ല, ഫുഡിൽ നിന്ന് നമുക്ക് ആ എനർജി കിട്ടത്തില്ല, ആ എനർജി നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ആക്കി വെക്കാറുണ്ട് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഗ്ലൈക്കോജൻ്റെ ഫോമിൽ നമ്മുടെ ഹ്യൂമൻ ബോഡിക്കകത്തും എനർജി റിസർവ് ആക്കിയിട്ട് വെക്കാറുണ്ട് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഇൻ പ്ലാന്റ്സ് ഇറ്റ് ഇസ് റിസർവ്ഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, ആൻഡ് ഇൻ ഹ്യൂമൻ ബോഡി ഇറ്റ് ഇസ് റിസർവ്ഡ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൈക്കോജൻ. ഓക്കെ, പ്ലീസ് റിമെമ്പർ ദിസ്. Now let us come to the next part. Okay, next പാർട്ടിലോട്ട് നമുക്ക് വരാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ലേ, അപ്പോൾ എന്തൊക്കെ ഈവൻറ്റ്സ് ആണ് നടക്കുന്നത്, ഈവൻറ്റ്സ് എന്തൊക്കെയാണ് പറ്റുന്നത് നമ്മുടെ ഈ പ്ലാന്റ് ബോഡിയിൽ എന്തൊക്കെയാണ് പറ്റുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ 3 കാര്യങ്ങളാണ് നടക്കുന്നത് പ്ലാന്റ് ബോഡിക്കകത്ത്. സോ ലെറ്റ് us get into it. So first is absorption of light energy by chlorophyll. Okay, അപ്പം നമ്മുടെ ഈ ക്ലോറോഫിൽ നമ്മുടെ ലീഫിൽ, പ്ലാന്റ്സിലെ ലീഫിലാണ്, അത് എവിടെയാണ് അതൊക്കെ നമ്മൾ ഇനിയും കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാം. അപ്പം ഈ ക്ലോറോഫിൽ നമ്മുടെ പ്ലാന്റിലുള്ള ഒരു പാർട്ടാണ്, ആ കമ്പോണൻറ്റിലെ ക്ലോറോഫിൽ, അത് ലൈറ്റ് അബ്സോർബ് ചെയ്യും. അതാണ് ഫസ്റ്റ് ഇവൻറ്റ്. ഓക്കെ, സെക്കൻഡ് ഇസ് കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ടു കെമിക്കൽ എനർജി ആൻഡ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഇൻ ടു ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. ഓക്കെ, ഇത് പറഞ്ഞേക്കുന്നത് ലൈറ്റ് എനർജി ലൈറ്റ് എനർജിയില്ലേ, ആ ക്ലോറോഫിൽ എടുക്കുന്ന ലൈറ്റ് എനർജി ഇപ്പോൾ കെമിക്കൽ എനർജിയിലോട്ട് കൺവേർട്ട് ആവും. അത് കഴിഞ്ഞിട്ട് ഈ വാട്ടർ മോളിക്യൂൾസ് ഇല്ലേ, ഈ H2O ഇവിടെ എടുത്തേക്കുന്ന ഈ ഇക്വേഷനിൽ H2O എടുത്തേക്കുന്ന ഈ വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ആവും ഹൈഡ്രോജൻ ആൻഡ് ഓക്സിജൻ. H2O ആണ് വാട്ടർ, ആ H2Oയിൽ H2 വേറെ ആവും, ഓക്സിജൻ യാനിക്ക് O. ഓക്കെ, ഓക്സിജൻ വേറെ ആവും. ഓക്കെ, അപ്പോൾ ആ സ്പ്ലിറ്റിങ്ങും അവിടെ നടക്കും. തേർഡ്, ഈ ആക്ടിവിറ്റി ഈസ് ഓൾസോ ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞു വിടാം. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പോട്ടഡ് പ്ലാന്റ്, അത് പോട്ടിലായിരിക്കണം, അതിൽ വെരിഗേറ്റഡ് ലീവ്സ് ആയിരിക്കണം. വെരിഗേറ്റഡ് ലീവ്സ് ആയുള്ളൊരു പ്ലാന്റ് എടുക്കണം. വെരിഗേറ്റഡ് ലീവ്സ് എന്ന് വെച്ചാൽ അതിൽ വൈറ്റ് പാർട്ടും ഉണ്ടായിരിക്കും, ഗ്രീൻ പാർട്ടും ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ലീഫുള്ള ഒരു പ്ലാന്റ് എടുക്കണം. ഓക്കെ, മണി പ്ലാന്റോ ക്രോട്ടൺസോ എന്തെങ്കിലും എടുത്താൽ മതി. കീപ് ദ പ്ലാന്റ് ഇൻ എ ഡാർക്ക് റൂം ഫോർ 3 days. 3 ദിവസത്തേക്ക് ആ പ്ലാന്റ് ഡാർക്ക് റൂമിൽ വെക്കണം. ഓക്കെ, ഡാർക്ക് റൂമിൽ വെച്ചാൽ എന്താണെന്ന് അറിയാം, അതിൽ ഫോട്ടോസിന്തസിസ് നടക്കത്തില്ല. ഫോട്ടോസിന്തസിസ് നടന്നില്ലെങ്കിൽ എല്ലാ സ്റ്റാർച്ച്, അതിൽ സ്റ്റോർഡ് സ്റ്റാർച്ച് എല്ലാം യൂസ്ഡ് അപ്പ് ആവും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നൗ കീപ് ദ പ്ലാന്റ് ഇൻ സൺലൈറ്റ് ഫോർ അബൌട്ട് 6 hours. അത് കഴിഞ്ഞ് 3 ദിവസം കഴിയുമ്പോൾ അത് പിന്നെ ഒന്ന് 6 മണിക്കൂറത്തേക്ക് അത് സൺലൈറ്റിൽ അതിനെ വെക്കണം. പ്ലക്ക് എ ലീഫ് ഫ്രം ദ പ്ലാന്റിൽ നിന്ന് ഒരു ലീഫ് എടുക്കുക. മാർക്ക് ദ ഗ്രീൻ ഏരിയാസ് ഇൻ ഇറ്റ്. ആ ഗ്രീൻ ഏരിയയിൽ, അപ്പോൾ വേരിയേറ്റഡ് ലീഫ് ആണെങ്കിൽ ഗ്രീൻ ഏരിയയും കാണും, വൈറ്റ് ഏരിയയും കാണും. അപ്പോൾ ഗ്രീൻ ഏരിയ എല്ലാം മാർക്ക് ചെയ്ത് ഇങ്ങനെ ബ്ലൂ കളർ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ടോ, അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, ഷീറ്റ് ഓഫ് പേപ്പറിൽ അത് മാർക്ക് ചെയ്തെടുത്താൽ മതി. ഡിപ്പ് ദ ലീഫ് ഇൻ ബോയിലിംഗ് വാട്ടർ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഇച്ചിരി ഒരു മിനിറ്റ്സിന് വേണ്ടി ലീഫിനെ ബോയിലിംഗ് വാട്ടറിലോട്ട് ഡിപ്പ് ചെയ്ത് വെക്കണം. ആഫ്റ്റർ ദിസ് ഇമേഴ്സ് ഇറ്റ് ഇൻ എ ബീക്കർ കണ്ടെയ്നിങ് ആൽക്കഹോൾ. ഒരു ബീക്കർ എടുക്കണം, അതിൽ ആൽക്കഹോൾ ആയിരിക്കണം, അതിൻ്റെ അകത്തോട്ട് ഈ ലീഫിനെ ഇടണം. ഓക്കെ, കെയർഫുള്ളി പ്ലേസ് ദ അബവ് ബീക്കർ ഇൻ എ വാട്ടർ ബാത്ത് ആൻഡ് ഹീറ്റ് ടിൽ ദ ആൽക്കഹോൾ ബിഗിൻസ് ടു ബോയിൽ. ഓക്കെ, ഇനിയും ഈ ആൽക്കഹോൾ കണ്ടെയ്നിങ് ബീക്കർ എടുക്കണം. ബീക്കർ എടുത്തിട്ട് തിളയ്ക്കുന്ന വെള്ളമില്ല, അതിൻ്റെ അകത്തോട്ട് ഇടണം. ഓക്കെ, എന്നിട്ട് ആ ആൽക്കഹോൾ തിളയ്ക്കാൻ തുടങ്ങും. അതുവരെ അത് അങ്ങനെ തന്നെ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ കളർ ഓഫ് ദ ലീഫിൻ്റെ ആ കളർ എവിടെ പോകും? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ്റെ എന്ത് കളറായി? അപ്പം നിങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആ ഫുള്ള് സൊല്യൂഷൻ അല്ല, ആൽക്കഹോൾ ഫുള്ള് ഗ്രീൻ കളറാവും, ആൻഡ് ലീഫിലെ ഗ്രീൻ കളറുള്ള പാർട്ട് ഫുള്ള് വൈറ്റ് കളറായി മാറും. അപ്പം അത് കളർലെസ് ആയി മാറും, ലീഫ് കളർലെസ് ആവും, ആൻഡ് ആൽക്കഹോൾ ഫുള്ള് ഗ്രീൻ കളറാവും. എന്താ അതങ്ങനെ സംഭവിച്ചത്? ബിക്കോസ് ലീഫിലുള്ള ഫുള്ള് ക്ലോറോഫിൽ ട്രാൻസ്ഫറായി ആ സൊല്യൂഷനിലോട്ട്, ആൽക്കഹോളിലോട്ട്. ഓക്കെ,
ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നൗ ഡിപ്പ് ദ ലീഫ് ഇൻ എ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഓഫ് അയോഡിൻ ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. അപ്പം അയോഡിൻ ടെസ്റ്റ് ചെയ്യും നമ്മൾ ആ ലീഫിൻ്റെ. ഓക്കെ, അപ്പം നമ്മൾ ആ ലീഫ് എടുക്കണം. ലീഫ് എടുത്തിട്ട് ഡൈല്യൂട്ട് സൊല്യൂഷൻ, ഓക്കെ, അയോഡീൻ്റെ ഡൈല്യൂട്ട് സൊല്യൂഷനിലോട്ട് അത് ഡിപ്പ് ചെയ്ത് വെക്കണം ഫ്യൂ മിനിറ്റ്സിന്. അപ്പോൾ എന്തുവാ പറ്റുന്നതെന്ന് അറിയാം ഈ അയോഡീൻ ടെസ്റ്റ് ചെയ്യുമ്പം നമ്മുടെ ഈ ലീഫിൽ സ്റ്റാർച്ച് കണ്ടെയ്നിങ് സ്ഥലമില്ലേ, സ്റ്റാർച്ച് കണ്ടെയ്നിങ് സ്ഥലമെല്ലാം ബ്ലൂ ബ്ലാക്ക് കളറായി മാറും. ഇത് ഗ്രീൻ അല്ലേ, ഇപ്പോൾ ഇത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറായ ഈ ലീഫിൻ്റെ ക്ലോറോഫിൽ ഉള്ള പാർട്ട് എന്തിൽ കൺവേർട്ട് ആവും? ബ്ലൂ ബ്ലാക്ക് കളറിൽ കൺവേർട്ട് ആവും. ബ്ലൂ ബ്ലാക്ക് കളറിൽ കൺവേർട്ട് ആവും. ഓക്കെ, അപ്പം ഈ ഫുള്ള് ഈ ആക്ടിവിറ്റിയിൽ നിങ്ങൾ ഓർമ്മ വെക്കേണ്ട ഒരു കാര്യം മാത്രമാണ് ഈ അയോഡീൻ ടെസ്റ്റ് നടത്തുമ്പോൾ ഈ ഗ്രീൻ കളറുള്ള സ്ഥലമില്ലേ, ഈ ലീഫിൻ്റെ ഗ്രീൻ കളറുള്ള സ്ഥലം അത് ഫുള്ള് ബ്ലൂ ബ്ലാക്ക് കളറിൽ മാറും. ഓക്കെ, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് റിമെമ്പർ ദിസ്. ഈ ഫുള്ള് കാര്യം ഞാൻ എഴുതിയിട്ടില്ലേ, ഇത് ഫുള്ള് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, പ്ലീസ് ഇത് ഓർമ്മയാക്കി വെക്കണം. എന്തോ ഓർമ്മ വെക്കേണ്ടിയേ, അയോഡിൻ ടെസ്റ്റ് നടത്തുമ്പം ഈ ഗ്രീൻ ക്ലോറോഫിൽ കണ്ടെയ്നിങ് സ്ഥലമെല്ലാം ബ്ലൂ ബ്ലാക്ക് കളറിലോട്ട് മാറും. അത്രയും നിങ്ങൾ ഓർമ്മ വെക്കണം. അപ്പോൾ ഇനി ഈ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹൗ ദ പ്ലാന്റ് ഒബ്റ്റെയിൻസ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് പ്ലാന്റ് എടുക്കുന്നത് അതിനെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം നമുക്കറിയാം പ്ലാന്റ് ലീഫിൻ്റെ ത്രൂ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എടുക്കുന്നത്. അപ്പം നമുക്കൊന്ന് നല്ലപോലെ ഞാൻ ഇതൊന്ന് കാണിക്കാം. ഓക്കെ, ഈ പാർട്ട് കണ്ടില്ലേ, ഈ പാർട്ട് കണ്ടില്ലേ, ഇത് ലീഫിൻ്റെ പാർട്ടാണ്. ഓക്കെ, ലീഫിൻ്റെ ഈ ഓപ്പണിംഗ് പാർട്ട്. ഓക്കെ, ഇത് മേളിലത്തെ ആ ലൈനിങ്ങും ഇത് താഴത്തെ ലൈനിങ്ങും. മേളിലത്തെ ലൈനും താഴത്തെ ലൈനിങ്ങും രണ്ടിലും പോഴ്സ് പ്രസൻറ്റാണ്. സ്റ്റൊമാറ്റോ പ്രസൻറ്റാണ്. ഓക്കെ, സോ ഈ ഒരു ഓപ്പൺ ഏരിയ ഇല്ലേ, ഈ ഓപ്പൺ ഏരിയനെയാണ് നമ്മൾ പറയുന്നത് സ്റ്റൊമാറ്റൽ പോർ. ഓക്കെ, സ്റ്റൊമാറ്റ എന്നും പറഞ്ഞാൽ കുഴപ്പമില്ല, സ്റ്റൊമാറ്റൽ പോറും സ്റ്റൊമാറ്റ എന്നാണ് നമ്മളിതിനെ പറയുന്നത്. ഓക്കെ, സോ ഇത് ഇവിടെയും പ്രസൻ്റ് ആണ്. ഇവിടെ ഈ അപ്പർ എപ്പിഡെർമിസിൽ ഇച്ചിരി കുറവാണ്, പക്ഷേ ഹിയർ ഇൻ ലോവർ എപ്പിഡെർമിസ് ഇത് ഒത്തിരി പ്രസൻ്റ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ രണ്ട് ഭാഗങ്ങൾ കണ്ടില്ലേ, ഇത് ഒരു ഈ ഒരു ഗാർഡ് സെല്ലും ഇതും ഒരു ഗാർഡ് സെല്ലാണ്. ഓക്കെ, ദീസ് ബോത്ത് ആർ ഗാർഡ് സെൽസ്. ആൻഡ് ഈ സ്റ്റൊമാറ്റൽ ഓപ്പണിങ്ങിൻ്റെ ത്രൂ ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ആവുന്നത് ലീഫിൽ. ഓക്കെ, ആൻഡ് ഓക്സിജൻ ഓൾസോ കംസ് ഔട്ട് ഓഫ് ദ ലീഫിൽ നിന്ന് ഓക്സിജൻ വെളിയിലോട്ട് വരുന്നതും എങ്ങനെയാണ്? ഈ സ്റ്റൊമാറ്റൽ പോഴ്സിൻ്റെ ത്രൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് എഴുതിയേക്കുന്നത് ഈ സ്റ്റൊമാറ്റ ആണ് ടൈനി പോഴ്സ്, ലീവ്സിൻ്റെ സർഫേസിൽ പ്രസൻ്റ് ആയിരിക്കുന്ന ടൈനി പോഴ്സ് ആണ് സ്റ്റൊമാറ്റ. അപ്പം ഇതിൻ്റെ ത്രൂ ആണ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട് നോട്ട് ചെയ്യാൻ, വിച്ച് ഇസ് ദാറ്റ് ഈ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇല്ലേ, അത് ഓൺലി ത്രൂ ലീവ്സിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നല്ല. അത് സ്റ്റെംസിൽ നിന്നും ചെയ്യാം, അത് റൂട്ടിൽ നിന്നും ചെയ്യാം, അത് ലീവ്സിൽ നിന്നും ചെയ്യാം, എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം. മീൻസ് അക്രോസ് ദ പ്ലാന്റിൻ്റെ സർഫേസിൻ്റെ അക്രോസ് ഇത് നടന്നുകൊണ്ടിരിക്കുക. സ്റ്റെംസിൽ നിന്ന് ചെയ്യാം, റൂട്ട്സിൽ നിന്ന് ചെയ്യാം, ലീവ്സിൽ നിന്ന് മാത്രമല്ല വേറെ സ്ഥലങ്ങളും ഉണ്ട് ഗ്യാഷ്യസ് എക്സ്ചേഞ്ചിന് വേണ്ടി. അപ്പം ഇപ്പോൾ ഈ ലീഫിലിപ്പം ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുമ്പം ലാർജ് എമൗണ്ട് ഓഫ് വാട്ടറും ഈ ലീഫിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാറുണ്ട്. ഓക്കെ, വാട്ടർ ഈ ലീഫിൻ്റെ സർഫേസ് വിട്ട് വെളിയിലോട്ട് പ്ലാന്റിൽ നിന്ന് വെളിയിലിറങ്ങും. അപ്പോൾ ഇത് ആ പ്ലാന്റിന് വേണ്ടി നല്ലതല്ല. അപ്പോൾ എന്ത് ചെയ്യും ഈ പ്ലാന്റ്? അപ്പോൾ ഈ സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഇല്ലേ, അത് ഈ സ്റ്റൊമാറ്റോ പോഴ്സ് അപ്പോഴേ ഓപ്പൺ ചെയ്തുള്ളൂ പ്ലാന്റ്. ദെൻ ഇറ്റ് നീഡ്സ് കാർബൺ ഡൈ ഓക്സൈഡ് എപ്പം വേണം അപ്പം മാത്രമേ ഈ പ്ലാന്റ് എന്ത് ചെയ്യും? സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ് ഓപ്പൺ ചെയ്യും. അല്ലെങ്കിൽ ഇത് ക്ലോസ് ആക്കി വെക്കും. ഇങ്ങനെ ക്ലോസ് ആക്കി, ഇതിൽ കൊടുത്തിട്ടില്ല, ഇങ്ങനെ ക്ലോസ് ആക്കി വെക്കും. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറ്റും? വാട്ടർ ഒത്തിരി റിലീസായി വാട്ടർലെസ് ആയി പോകും പ്ലാന്റ്. ഓക്കെ, സോ ദാറ്റ്സ് വൈ. അപ്പോൾ ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ആരുടെ പണിയാണ്? ഈ ഗാർഡ് സെൽസിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഈ രണ്ട് യെല്ലോ സെൽസ് കാണത്തില്ലേ, ഈ രണ്ട് ഗാർഡ് സെൽസാണ് ഇതിനെ ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. ഗാർഡ് എന്നതിൻ്റെ പേരേ അതുകൊണ്ടാണ്, ബിക്കോസ് ഇറ്റ് ഗാർഡ്സ് ദ പ്ലാന്റിനെ ഗാർഡ് ചെയ്ത് വെക്കും, വാട്ടറിനെ ഗാർഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് ക്ലോസിങ്ങും ഓപ്പണിങ്ങും ഒക്കെ ഗാർഡ് സെൽസിൻ്റെ പണിയാണ്. ഓക്കെ, അപ്പോൾ ഈ പോഴ്സിനെ ഓപ്പൺ ചെയ്യേണ്ടിയപ്പം ഈ ഗാർഡ് സെൽസ് അങ്ങ് വീർക്കും. ഓക്കെ, വീർക്കുമ്പം ഈ പോഴ്സൊക്കെ അങ്ങ് ഓപ്പൺ ആവും. പിന്നെ ഈ പോഴ്സിനെ ക്ലോസ് ചെയ്യേണ്ടിയപ്പോൾ ഇല്ല എന്ത് പറ്റുമെന്ന് അറിയാം, ഈ ഗാർഡ് സെൽസ് അങ്ങ് കുഞ്ഞിതാവും, ഷ്രിങ്കാവും. അപ്പോൾ എന്ത് പറ്റും? ആ പോഴ്സും അങ്ങ് ക്ലോസ് ആവും. ഓക്കെ, അങ്ങനെയാണ് ഈ ഗാർഡ് സെൽസ് യൂസ് ആകുന്നത്. നമുക്കിതൊന്ന് റീഡ് ചെയ്യുമ്പോൾ ഇവിടെ കൊടുത്തേക്കുന്നത് the opening and closing of the pore is a function of the guard cells. അപ്പോൾ ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ ഇല്ലേ ഈ പോഴ്സിൻ്റെ, അത് ഗാർഡ് സെൽസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ദ ഗാർഡ് സെൽസ് swell when water flows into them causing the stomatal pore to open. ഓക്കെ, ഗാർഡ് സെൽ ഇല്ലേ അങ്ങ് വീർക്കും. അപ്പോൾ ഈ സ്റ്റൊമാറ്റൽ പോറൊക്കെ അങ്ങ് ഓപ്പൺ ആകും. ഓക്കെ, ബിക്കോസ് അതിൻ്റെ അകത്തോട്ട് വാട്ടർ കയറും. ഓക്കെ, ദെൻ സിമിലർലി ദ പോർ ക്ലോസസ് ഇഫ് ദ ഗാർഡ് സെൽസ് ഷ്രിങ്ക്. ഓക്കെ, അങ്ങനെ തന്നെ ഈ പോഴ്സ് അങ്ങ് ക്ലോസ് ആവും വെൻ ദ ഗാർഡ് സെൽസ് അങ്ങ് ഷ്രിങ്ക് ആകുമ്പം, അങ്ങ് കുഞ്ഞിതാകുമ്പം ആ പോഴ്സും അങ്ങ് ക്ലോസ് ആവും. ഓക്കെ, അത് മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സോ ലെറ്റ് us കം ടു ദ നെക്സ്റ്റ് പാർട്ട്. നമുക്കിനി ഈ ഒരു ആക്ടിവിറ്റി നോക്കാം. ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞേക്കുന്നത് ഷോർട്ടിൽ ഞാൻ പറഞ്ഞുതരാം. ഈ ആക്ടിവിറ്റി പറഞ്ഞേക്കുന്നത് ഇതാ, ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലേ, അത് ഫോട്ടോസിന്തസിസിന് വേണ്ടി ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, നെസസറി ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ എ ഷോർട്ട് വേയിൽ ഞാൻ പറഞ്ഞുതരാം.
അപ്പോൾ ഇത് പറഞ്ഞേക്കുന്നത് എന്താണെന്നറിയോ, ഇത് പറഞ്ഞേക്കുന്നത് നമുക്ക് ഇപ്പം 2 പ്ലാന്റ് എടുക്കണം, ഏതെങ്കിലും 2 പ്ലാന്റ് എടുക്കണം. പ്ലാന്റ് എടുത്ത് കഴിഞ്ഞിട്ടില്ലേ അതിൽ ഒരെണ്ണത്തിൽ എന്ത് ചെയ്യണമെന്നറിയോ, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡില്ലേ അതെടുക്കണം. ഒരെണ്ണത്തിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അവിടെ പ്ലേസ് ചെയ്യണം. അപ്പം പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസാണ്, ഓക്കെ, ഒരു ബേസാണ്. ആൻഡ് ഈ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ CO2 അത് ഫുൾ അബ്സോർബ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് അബ്സോർബ് ചെയ്ത് എടുക്കും ഈ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്. അത് കഴിഞ്ഞിട്ടില്ലേ ഇത് ഫുള്ളി 2 പ്ലാന്റും ഇല്ലേ ഏതെങ്കിലും പ്ലാന്റ് അത് രണ്ടും ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയോ, അപ്പോൾ നമ്മളിത് ക്ലോസ് ചെയ്ത് വെച്ചില്ലേ, അപ്പം ഇവിടെ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഉള്ളതുകൊണ്ട് ഇത് ഫുള്ള് കാർബൺ ഡൈ ഓക്സൈഡിനെ അങ്ങ് അബ്സോർബ് ചെയ്തെടുത്തു. പക്ഷേ ഇവിടെ എന്തോ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇല്ല. അപ്പോൾ ഈ പ്ലാന്റ് എന്താ ഇതിന് ഫുള്ള് നല്ല കാർബൺ ഡൈ ഓക്സൈഡൊക്കെ കിട്ടി അത് നല്ലപോലെ ഇരിക്കുക ഇപ്പം. അപ്പം അത് കഴിഞ്ഞിട്ടില്ലേ ഇത് ഈ 2 പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യണം, അയോഡിൻ ടെസ്റ്റിന് വിടണം. അയോഡിൻ ടെസ്റ്റിന് വിട്ടപ്പോൾ എന്ത് പറ്റിയെന്നറിയാം, ഈ പ്ലാന്റ് അയോഡിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തോ പറ്റുന്ന ക്ലോറോഫിൽ കണ്ടെയ്നിങ് ലീവ്സ് ബ്ലൂ ബ്ലാക്ക് കളറിൽ കൺവേർട്ട് ആവും. അതല്ലേ നമ്മൾ പഠിച്ചത്. അപ്പം ഈ പ്ലാന്റ് നല്ലപോലെ ഇത് ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്ത് സ്റ്റാർച്ച് ഫോർമേഷനൊക്കെ ചെയ്ത് നല്ലപോലെ ഇരിക്കുക. അപ്പോൾ ഇതിനെ അയോഡിൻ ടെസ്റ്റ് ചെയ്തപ്പം ഇത് ബ്ലൂ ബ്ലാക്ക് കളർ ഷോ ചെയ്തു. പക്ഷേ ഇതെന്ത് പറ്റി, ഇതിൽ ബ്ലൂ ബ്ലാക്ക് കളർ ഷോ ആയില്ല. അതെന്തുകൊണ്ടാണ്, ബിക്കോസ് ഇതിൽ ഈ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഫുള്ള് കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് അബ്സോർബ് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതെ ഇതിൽ ഫോട്ടോസിന്തസിസ് നടന്നില്ല. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടക്കാത്തതുകൊണ്ട് ക്ലോറോഫിൽ ഇതിൽ ഫോം നല്ലപോലെ ആയില്ല, സ്റ്റാർച്ച് ഫോർമേഷൻ ഒന്നും നല്ലപോലെ ആയില്ല ഫോം. അപ്പോൾ എന്ത് പറ്റി, ഇതിൽ സ്റ്റാർച്ച് ഇല്ലാത്തപ്പോൾ എങ്ങനെ ഇത് അയോഡിൻ ടെസ്റ്റിൽ ബ്ലൂ ബ്ലാക്ക് കളറാണ്, അതുകൊണ്ട് ഇതിൽ ബ്ലൂ ബ്ലാക്ക് കളർ ഫോം ആയില്ല. ആൻഡ് ഇതിൽ ബ്ലൂ ബ്ലാക്ക് കളർ ഫോം ആയി. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇത് ഇച്ചിരി എനിക്ക് മനസ്സിലാക്കാൻ ഒരു കോംപ്ലിക്കേറ്റഡ് തിങ് ആയിരുന്നു. അപ്പം നമുക്കിനി നെക്സ്റ്റിലോട്ട് പോകാം. ഇപ്പം നമ്മൾ പഠിച്ചു കാർബൺ ഡൈ ഓക്സൈഡ് ഒത്തിരി നെസസറിയാണ് ഫോട്ടോസിന്തസിസിന് വേണ്ടി. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമല്ല വേറെ ഒത്തിരി റോ മെറ്റീരിയൽസ് ഉണ്ട് വിച്ച് ഇസ് നെസസറി ഫോർ ഫോട്ടോസിന്തസിസ്. ഓക്കെ, അതിലൊന്നാണ് വാട്ടർ, നൈട്രോജൻ, ഫോസ്ഫറസ്, അയൺ, മാഗ്നീഷ്യം. ഇതൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫോട്ടോസിന്തസിസിൻ്റെ. ഇതൊന്നും ഇല്ലാതെ ഫോട്ടോസിന്തസിസ് ഒന്നും നടക്കത്തില്ല. ഓക്കെ, സോ ഈ വാട്ടർ പ്ലാന്റ് സോയിലിൽ നിന്ന് അങ്ങ് എടുക്കും. ഓക്കെ, ബട്ട് ദെൻ ഇപ്പം നമ്മൾ നൈട്രോജൻ, ഫോസ്ഫറസ്, അയൺ, മാഗ്നീഷ്യം ഇതൊക്കെ അവർ സോയിലിൽ നിന്ന് തന്നെ എടുക്കും. പക്ഷേ ഈ നൈട്രോജൻ എടുക്കാനില്ല, വേറെ ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട് പ്ലാന്റ്സിൻ്റെ കയ്യിൽ. അപ്പം ഈ നൈട്രോജൻ അവർ ഇൻഓർഗാനിക് നൈട്രേറ്റ്സോ നൈട്രൈറ്റ്സിൻ്റെ ഫോമിലോ അവർ എടുക്കാറുണ്ട്. ഓക്കെ, സോ മോസ്റ്റ്ലി എന്താ പറ്റുന്നത്, ഈ ലൈറ്റ്നിങ് ഒക്കെ അതിൽ കൊള്ളിയാനൊക്കെ മിന്നത്തില്ല. അപ്പോൾ എന്ത് പറ്റും, ഈ നൈട്രേറ്റ്സ് ഒക്കെ ഇല്ലേ സോയിലിൽ ഫോം ആവും, അത് ആയിട്ട് വീഴും. അപ്പോൾ അത് സോയിലിൽ നിന്നും പ്ലാന്റ്സ് എടുക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ടേക്കൻ അപ്പ് ആസ് ഓർഗാനിക് കമ്പൗണ്ട്സ് വിച്ച് ഹാവ് ബീൻ പ്രിപ്പയർഡ് ബൈ ബാക്ടീരിയ ഫ്രം അറ്റ്മോസ്ഫിയറിക് നൈട്രോജനിൽ നിന്ന് ബാക്ടീരിയ പ്രിപ്പയർ ആക്കത്തില്ല നൈട്രോജൻ, ആ ഫോമിലും അവരെടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഏത് ബാക്ടീരിയ ആണെന്നറിയാം, ഈ ബാക്ടീരിയൻ്റെ പേരാണ് റൈസോബിയം. ഓക്കെ, ഈ ബാക്ടീരിയ എവിടെയാണെന്നറിയാം, റൂട്ടിൽ, ഒത്തിരി പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ ഇത് ഉണ്ട്. അപ്പോൾ ഈ റൈസോബിയം എന്തുവാ ചെയ്യുന്നത്, അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ അവർ പ്രിപ്പയർ ചെയ്യും, അബ്സോർബ് ചെയ്യും, എന്നിട്ട് അത് പ്ലാന്റ്സിന് വിട്ടുകൊടുക്കും ഫോർ ദെയർ ഫോട്ടോസിന്തസിസ്. ഓക്കെ, സോ റൈസോബിയം എവിടെയാണ്, പ്ലാന്റ്സിൻ്റെ റൂട്ടിൽ. ഇത് ഓർമ്മ വെക്കണം, റൈസോബിയം, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻഓർഗാനിക് നൈട്രേറ്റ്സും നൈട്രൈറ്റ്സിൻ്റെ ഫോമിൽ പ്ലാന്റ്സ് എടുക്കാറുണ്ട്. പിന്നെ പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ റൈസോബിയം ഒരു ബാക്ടീരിയ ഫൗണ്ട് ആകാറുണ്ട്. ആ ബാക്ടീരിയ എന്തോ ചെയ്യുന്നത്, റൈസോബിയം അറ്റ്മോസ്ഫിയറിക് നൈട്രോജനെ അബ്സോർബ് ചെയ്തിട്ട് അത് പ്ലാന്റ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ ഓർക്കും ഈ പ്ലാന്റ്സിന് ഇത്രയും കഷ്ടപ്പെടണമെങ്കിൽ എന്തോ ആവശ്യമാണ്, ഇത് പ്ലാന്റ് ആണെന്നോർത്തോ, ഇത് സോയിലാണെന്നോർത്തോ, ഇത് അറ്റ്മോസ്ഫിയർ ആണെന്നോർത്തോ. ഈ അറ്റ്മോസ്ഫിയറിൽ 78% നൈട്രോജൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇതിനെ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അങ്ങ് എടുത്താൽ പോരെന്ന് നിങ്ങൾ ഓർക്കും. പക്ഷേ പ്ലാന്റ്സിന് അങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. അതിന് സോയിലിൽ നിന്നോ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ അതുകൊണ്ട് ഈ റൈസോബിയം ഒത്തിരി ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൻ്റെ. ഓക്കെ, ഫോർ നൈട്രോജൻ ഫിക്സേഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഫുള്ള് ഇത് കഴിഞ്ഞു ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. നമ്മളിപ്പോൾ ഇനിയും ഈ ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷനിലോട്ട് വരുവാണ്. സോ ലെറ്റ് us start.